ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡിസംബർ 31 ആണ്. ഞങ്ങൾക്ക് ഫോർട്ട് കൊച്ചിയിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അങ്ങോട്ടുള്ള പോക്കാണ്. ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. അധികം ട്രാഫിക്കൊന്നും വഴിയിൽ കാണുന്നില്ല. എല്ലാ സ്ഥലത്തും പോലീസുണ്ട്. രാത്രിയാകുമ്പോഴേക്കും നല്ല ക്രൗഡ് വരുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും അവരിപ്പോഴേ വന്നിരിക്കുന്നത്. ഞങ്ങൾ പോയ സമയത്ത് അധികം ക്രൗഡ് ഇല്ലായിരുന്നു. ഞങ്ങൾ ട്രാഫിക് ബ്ലോക്കിലൊന്നും പെട്ടില്ല. ഏകദേശം ഫോർട്ട് കൊച്ചി എത്തി. കുറച്ച് പരിചയമുള്ള സ്ഥലങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. രാത്രിയിലെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനും ഫയർ വർക്ക്സ് കാണാനും നമ്മുടെ പപ്പായനെ കത്തിക്കുന്നത് കാണാനും ഒക്കെ ധാരാളം ആളുകൾ കൂടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എങ്ങനെയാകും തിരക്ക്, തിരിച്ചു പോകാൻ പറ്റുമോ രാത്രി, അങ്ങനെ ഒന്നും അറിയില്ല. സാധാരണ ഡിസംബർ 31 ഈ ഭാഗത്തേക്ക് അങ്ങനെ വരാറില്ല. നല്ല റഷ് ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡ്രൈവ് ചെയ്ത് നമ്മുടെ ബ്രണ്ടൻ ബോട്ടിയാട് എന്നുള്ള ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുൾ വിദേശികളാണ് വരുന്നത് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കേട്ടിരിക്കുന്നു. അകത്ത് ചെന്ന് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. നിറയെ കാർ പാർക്കിംഗ് ഉണ്ട്. ഇതൊരു പഴയ നമ്മുടെ കേരളീയ ബംഗ്ലാവ് അവർ റിനോവേറ്റ് ചെയ്ത് ഹോട്ടലാക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ലക്ഷണം കണ്ടിട്ട് നല്ല പണ്ടത്തെ കേരളത്തിലെ ഒരു കൊട്ടാരത്തിൻ്റെ തനിമയാണ് ഇപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നുന്നത്. നല്ല വലിയ മുറ്റമാണ്. ഇഷ്ടം പോലെ കാറ് പാർക്ക് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബാഗെല്ലാം എടുത്ത് അകത്തേക്ക് പോവാണ്. നമ്മുടെ ഒരാൾ നമ്മൾ കണക്ട് ചെയ്ത ആൾ നമ്മുടെ മേക്കപ്പ് റൂമെല്ലാം കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇവരുടെ ക്രിസ്മസ് വൈബ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഫ്രണ്ട് തന്നെ കുറേ സാന്താക്ലോസും ക്രിസ്മസ് ഡെക്കറേഷനും ഉണ്ട്. നമ്മുടെ റോബർട്ട് ബ്രിസ്റ്റോയുടെ ഇമേജ് ഉണ്ട്. വീണ്ടും കുറേ പേരുടെ ഇമേജ് ഇവിടെ വെച്ചിട്ടുണ്ട്. ശക്തൻ തമ്പുരാൻ്റെ അടക്കം പിക്ചറുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞങ്ങളുടെ മേക്കപ്പ് സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ ഒരു വലിയൊരു പുൽക്കൂടും അതിൻ്റെ കൂടെ ഉണ്ണിയേശും ഒക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും ചെറിയൊരു ക്യൂട്ട് സാധനങ്ങൾ അവരുടെ ഒരു ക്രിസ്മസ് വൈബായിട്ട് വച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ രണ്ടറ്റത്തും ചെറിയ 3 സ്നോമാൻ വീതം വച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഒരു ക്രിസ്മസ് ടച്ച് അവർ കൊടുത്തിട്ടുണ്ട്. ഈ മുറ്റത്താണ് നമ്മുടെ സ്റ്റേജ് വരുന്നത്. ഓപ്പൺ എയർ ആണ്. അവരവിടെ സ്റ്റേജിൻ്റെയും പിന്നെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് അവിടെ ഒരുക്കുന്നതിലുള്ള ഒരു പണിപ്പരയിലാണ് ഇവിടുത്തെ ആളുകളെല്ലാം. നമ്മളുടെ മേക്കപ്പ് മുകളിലാണ്. ഞങ്ങളുടെ പ്രോഗ്രാം മാത്രമല്ല, പല കേരളത്തിൻ്റെ കലകളും ഇന്നിവിടെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അവരൊന്നും ഇപ്പോൾ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നല്ല ഭംഗിയുള്ള 2-3 ഫോട്ടോസ് എല്ലാം എടുത്ത്, ഞങ്ങളുടെ സെൽഫി എന്തായാലും മസ്റ്റാണല്ലോ, അപ്പോൾ സെൽഫി എല്ലാം എടുത്ത് മേക്കപ്പിന് ഒരുങ്ങുകയാണ്. അവിടുത്തെ വാഷ്റൂമിൽ കണ്ട ഒരു ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു ഭരണിയാണ്. അത് ഹാൻഡ് വാഷിൻ്റെ പാത്രമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ചെറിയ ഭരണിയിൽ ഹാൻഡ് വാഷ് ഒഴിച്ച് അതിൽ പൈപ്പ് ഫിറ്റ് ചെയ്ത് ഹാൻഡ് വാഷ് എഴുതിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അങ്ങനെ വൈകുന്നേരമായി. പകുതി പേരുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. എൻ്റെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ചായയും ചെറിയ കേക്കുമാണ് അവർ തന്നത്. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും മേക്കപ്പിലിരുന്നു. ഏകദേശം സന്ധ്യയായി. അവരുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് ഇത് നോക്കാനും നല്ല രസമുണ്ട്. അപ്പോഴേക്കും കുറേ പ്രോഗ്രാമുണ്ട്. അതിൻ്റെ എല്ലാ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കഥകളിക്കാരും തെയ്യങ്കാരും എല്ലാം അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് അവരുടെ പ്രോഗ്രാം ഏലൂർ ബിജു മാഷിൻ്റെ സോപാന സംഗീതമാണ്. സോപാന സംഗീതമൊക്കെ വിദേശികൾ കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും. അതെല്ലാം അവർക്കൊരു നല്ലൊരു അനുഭവമായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും മേക്കപ്പ് കഴിഞ്ഞു. ഓരോരുത്തരെയും അവർ പ്രത്യേകമായിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. ഓരോ ഫാമിലിയെയും ഇന്നവിടെ ബുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഫാമിലിയും അവർ പ്രത്യേകം മാലയിട്ട് ചന്ദനമൊക്കെ തൊടിയിച്ച് ആണ് വെൽക്കം ചെയ്യുന്നത്. അതിൻ്റെ ഓരോ ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത്. അവർക്കൊരു രസം ഉണ്ടാവുമല്ലോ. കാരണം കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് അതിൻ്റേതായ ഒരു രീതിയിൽ തന്നെ വെൽക്കം നടത്താനും അതിൻ്റെ ഒരു ചടങ്ങുകളിലേക്ക് ഇഴുകിച്ചേരാനൊക്കെ അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ അതെല്ലാം നടത്തുകയാണ്. അവരെല്ലാം നല്ല സന്തോഷത്തോടെയാണ് അത് എൻജോയ് ചെയ്യുന്നത്. ഇവിടെ തെയ്യവും കഥകളിയുടെ ആളുകളൊക്കെ മേക്കപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഒരു വലിയ ഹോളാണ്. ആ സെയിം ഹോളിൽ തന്നെ ഇരുന്നിട്ടാണ് എല്ലാവരും മേക്കപ്പ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ടീം ഒരു ഫൈനൽ റിഹേഴ്സൽ നോക്കുകയാണ്. ആതിരയും ഐശ്വര്യം എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ടൈമായി ഏകദേശം താഴേക്ക് ചെല്ലുകയാണ്. ഫസ്റ്റ് ഏലൂർ ബിജു മാഷിൻ്റെ സോപാന സംഗീതം കഴിഞ്ഞു. അതിനുശേഷം ഒരു 7:45 ഞങ്ങളുടെ പ്രോഗ്രാം.
അടുത്ത പ്രോഗ്രാം ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കളരിയും പിന്നെ ആയോധന കലകളും വാൾപ്പയറ്റും പിന്നെ വടി കൊണ്ടുള്ള കുറേ അഭ്യാസ പ്രകടനങ്ങളും പിന്നെ ഒരുപാട് മെയ് വഴക്കത്തിൻ്റെ ആവശ്യമുള്ള കുറേ സംഭവങ്ങൾ അവരവിടെ കാണിച്ചു. അതിലൂടെ തെയ്യം ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു കേട്ടോ. തെയ്യം അവർ ചെയ്തു. ആളുകളുടെ ഇടയിലൂടെയൊക്കെ ഓടിച്ചെന്നിട്ടാണ് തെയ്യം ചെയ്തത്. തീ കൊണ്ടൊക്കെ അവരെന്തൊക്കെയോ കളികൾ കാണിച്ചു. അങ്ങനെ നൃത്ത പരിപാടിയെല്ലാം ഏകദേശം ഒരു 9:30 അവസാനിച്ചു. അതിനുശേഷം ഏതോ ഒരു ബാൻഡായിരുന്നു, എനിക്ക് ഓർമ്മയില്ല ഏത് ബാൻഡാണെന്ന്. അങ്ങനെ ബാൻഡിൻ്റെ പാട്ട് പരിപാടി തുടങ്ങിയോടെ അവരുടെ ഡിന്നർ ആരംഭിച്ചു. ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത എല്ലാവർക്കും അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഏകദേശം 9:45 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം പലരോടും സംസാരിച്ചപ്പോൾ ഇപ്പോൾ പോയാൽ അങ്ങോട്ട് നമുക്ക് കടന്നു പോവാം, വൈകുന്നേരം 12 മണി ആകുന്തോറും ഒരുപാട് ട്രാഫിക് ആയിരിക്കും. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരുന്ന തിരക്കായിരിക്കുമല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കടന്നു പോകാമെന്ന് തന്നെ വിചാരിച്ച് ഞങ്ങൾ കാറെടുത്തു. അപ്പോൾ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല തിരക്കാണ്. ആളുകൾ ഇങ്ങനെ നിരന്ന് നടക്കുകയാണ്. അവർക്ക് ഇന്നൊരു ഹാപ്പി ഈവനിങ് ആണ്, December 31 ഈവനിങ്. എല്ലാവരും പാപ്പാനെ കത്തിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി ആ വേളി ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന വഴിയാണ്. അപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ ചെറിയ സ്ഥലത്തൊക്കെ മാത്രം ട്രാഫിക് ഉണ്ടായിരുന്നു. എന്നാലും പൊതുവേ ഞങ്ങൾക്ക് അധികം ട്രാഫിക് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ല തിരക്കുണ്ട്. ഫാമിലിയേക്കാളും കൊച്ചു പയ്യന്മാരും ചെറിയ ടീനേജ് ഗേൾസും ബോയ്സും എല്ലാമാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്ന ഈ ആളുകളിലുള്ളത്. പക്ഷെ 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഫാമിലീസൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് ഞങ്ങളെ അവിടെ നിന്ന് പുറത്ത് കടന്നു. ഇപ്പോൾ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയർ 11 മണിക്ക് വീട്ടിലെത്തി. ന്യൂ ഇയർ വീട്ടിൽ തന്നെയാണ് ആഘോഷിച്ചത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.